നമസ്കാരം. ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥന. വിഷയം ഇതാണ്: ഇനി മുതൽ ഓരോ ആവശ്യത്തിനും വില്ലേജ് ഓഫീസിൽ പോയി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ബുദ്ധിമുട്ട് അവസാനിക്കാൻ പോവുകയാണ്. അതിന് പകരമായി സർക്കാർ കൊണ്ടുവരുന്ന നേറ്റിവിറ്റി കാർഡ് എന്താണെന്നും അത് എങ്ങനെ നമുക്ക് നേടാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അറിയാത്തവർക്കായി ആദ്യം എന്താണ് ഈ നേറ്റിവിറ്റി കാർഡ് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാം. 2026 ഫെബ്രുവരി 18 കേരള മന്ത്രിസഭ ഈ ചരിത്രപരമായ തീരുമാനത്തിന് അംഗീകാരം കൊടുത്തത്. നിലവിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പുകൾക്കുമായി നാം വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു സുപ്രധാന രേഖയാണിത്. ഇത് ഫോട്ടോ പതിപ്പിച്ചതും ആജീവനാന്ത കാലാവധി ഉള്ളതുമായ ഒരു സ്മാർട്ട് കാർഡായിരിക്കും. അപ്പോൾ ഉയർന്നു വരാവുന്ന മറ്റൊരു സംശയം ഇതാണ്: ഈ കാർഡ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ള ഗുണങ്ങൾ? ഈ കാർഡിന് ആജീവനാന്ത സാധുതയുണ്ട്. അതായത് ഒരിക്കലെടുത്താൽ പിന്നീട് ഓരോ ആവശ്യത്തിനും പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടില്ല. ഭാവിയിൽ ചിപ്പും ഹോളോഗ്രാമും ഉൾപ്പെടെയുള്ള അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകൾ ഈ കാർഡിൽ ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്. സർക്കാർ സേവനങ്ങൾക്ക് ഇതൊരു ഔദ്യോഗിക ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കണക്കാക്കാൻ കഴിയും. ഈ കാർഡ് സംബന്ധിച്ച വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രവാസികൾക്കായിരിക്കും. കാരണം കേരളത്തിന് പുറത്ത് ജനിച്ച മലയാളികൾക്കും പ്രവാസികൾക്കും തങ്ങളുടെ പാരമ്പര്യം തെളിയിക്കാൻ ഈ കാർഡ് വളരെ ഉപകാരപ്പെടും. ആർക്കൊക്കെയാണ് ഈ നേറ്റിവിറ്റി കാർഡ് ലഭിക്കുക എന്ന് പറയാം. ഇന്ത്യയിൽ ജനിച്ച ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് ലഭിക്കും. നിങ്ങൾ കേരളത്തിന് പുറത്തോ വിദേശത്തോ ആണ് ജനിച്ചതെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും ഈ കാർഡിന് അർഹതയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് ഈ കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം നേടിയാൽ ഈ കാർഡ് അസാധുവായി പോവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത് എന്ന് ഒന്ന് സൂചിപ്പിക്കാം. തഹസീൽദാർക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കാനായി ആവശ്യമായ രേഖകളെക്കുറിച്ച് അറിവ് തരാം. ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് തുടങ്ങിയവ മതിയാകും. ഇനി ഇതിന്റെ ഫീസ് നിരക്കുകളെ കുറിച്ച് പറയാം. പൊതുവിഭാഗത്തിന് 25 രൂപയാണ് ഫീസ്. അത് അക്ഷയ ചാർജ് ഉൾപ്പെടെയാണ്. BPL വിഭാഗത്തിന് 20 രൂപയും SC/ST വിഭാഗത്തിന് 10 രൂപയുമാണ് ഇതിനായി ഈടാക്കുന്ന ഫീസ്. ചുരുക്കത്തിൽ റവന്യൂ വകുപ്പിലെ ചുവപ്പ് നാടകൾ ഒഴിവാക്കി ജനസേവനം കൂടുതൽ സുതാര്യമാക്കാനാണ് സർക്കാർ ഈ സ്മാർട്ട് കാർഡിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. ഇത്തരം പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.